സത്യത്തിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു കലാകാരനാണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. കലാകാരനാകട്ടെ നവനവോന്മേഷ നവനവോന്മേഷമായിട്ടുള്ള പ്രജ്ഞയുള്ള ഒരാളാണ്. പുതിയതിനെ സൃഷ്ടിക്കുന്നതിൽ മാത്രം സന്തോഷം ഉണ്ടാകുന്ന ആളാണ്. വാസ്തവത്തിൽ സർഗാത്മക സൃഷ്ടി ആരംഭിച്ചത് തന്നെ മനുഷ്യന് സ്വന്തം ഔരസ സൃഷ്ടിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള മാത്രം കഴിവിൽ നിന്ന് ഒരു പടി കൂടി മുതിർന്ന് നമ്മുടെ ജൈവ സന്തതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ മുദ്രയെ ശാശ്വതമായിട്ട് അടയാളപ്പെടുത്താനുള്ള ഒരു ത്വരയിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ അർത്ഥത്തിൽ ഒരു വഞ്ചി ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ട പെർഫെക്ഷൻ, ഒരു വള്ളം ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ട പെർഫെക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജംഗമ സ്ഥാപന വസ്തു സൃഷ്ടിക്കുന്ന ഒരാൾക്കുള്ള പെർഫെക്ഷനേക്കാൾ ഉപരിയാണ് ഒരു സർഗാത്മകത, ക്രിയേറ്റീവ് എഴുത്തോ സാഹിത്യമോ കലയോ പോലുള്ള സർഗാത്മകതയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഞാൻ കാരണം ഒരേപോലുള്ള രൂപങ്ങൾ നിർമ്മിക്കുകയല്ല അയാൾ ചെയ്യുന്നത്. ഒരു വഞ്ചി ഉണ്ടാക്കുന്ന, ഒരു പാത്രം ഉണ്ടാക്കുന്ന, ഈ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആ ഗ്ലാസ്സുകൾ മാത്രം നിർമ്മിച്ച് വിടുകയാണ്. അതിനകത്ത് സർഗാത്മകയുടെ എലമെൻ്റ് ഇല്ല. ആദ്യത്തെ ഗ്ലാസ്സിൽ മാത്രമേ ആ സർഗാത്മകതയുള്ളൂ. ഈ ഒരു പാരതന്ത്ര്യം വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കാലത്തിൽ മുഴുവനും അത് വർദ്ധിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാളിദാസൻ്റെ മേഘദൂതം എന്ന് പറയുന്നത്. അധികാരിയുടെ കൽപ്പനയാൽ തടവിലാക്കപ്പെട്ട ഒരു യക്ഷൻ തൻ്റെ കാമുകിക്ക് ഒരു അധികാര ശക്തിക്ക് ഉയരാൻ പറ്റുന്നതിന് മുകളിലേക്കുള്ള കാഴ്ചയിലൂടെ മേഘമാർഗം സഞ്ചരിച്ചുകൊണ്ട് ഈ അധികാരത്തിൻ്റെ കൽപ്പനയെ സാഹിത്യത്തിൻ്റെ സർഗാത്മക കൽപ്പന കൊണ്ട് വെല്ലുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം സങ്കല്പിച്ചത്. അത് ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നു. ഹിമാലയത്തിൻ്റെ അതുവരെയും മനുഷ്യൻ കാണാത്ത വിഷ്വൽസ് ഹെലികോപ്റ്ററോ വിമാനമോ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാലത്ത് കാളിദാസ് എന്നുള്ള സർഗാത്മകനായ ഒരു വ്യക്തി സങ്കല്പിക്കുന്നു. അത് മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ കാണിച്ചു കൊടുക്കുന്നു. അതാണ് അതിൻ്റെ ഉന്മാദം, സർഗോന്മാദം. അദ്ദേഹം അനുഭവിച്ചിരിക്കാവുന്ന സർഗോന്മാദം അതാണ്. എന്നെ തടവിലാക്കിയ ഈ അധികാര ശക്തികൾക്ക് മുകളിലാണ് എൻ്റെ സർഗാത്മകമായ ശക്തി, എൻ്റെ കൽപ്പനാശക്തി എന്ന് കാണിച്ചു കൊടുക്കലാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ മുഴുവനും കാളിദാസൻ്റെ മേഘദൂതത്തെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് സന്ദേശകാവ്യങ്ങൾ പിന്നെ പറഞ്ഞു. നേരത്തെ ഒരു വഞ്ചി ഉണ്ടാക്കിയത് അനുകരിക്കുന്നത് പോലെ ദാത്യൂഹ സന്ദേശം എന്ന് പറയുന്ന ഒരു മൂങ്ങാ സന്ദേശം, ദാത്യൂഹം എന്ന് വെച്ചാൽ മൂങ്ങയാണ്, മൂങ്ങാ സന്ദേശം ശിവള്ളി നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്പൂരി എഴുതിയ ഒരു ദാത്യൂഹ സന്ദേശത്തെ അവസാനിച്ചത് പരിഹാസമായിരുന്നു. അതെ, കുറ്റിപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അവസാനിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തിലും ഒരു പ്രസ്ഥാനത്തിലും, സാഹിത്യ പ്രസ്ഥാനത്തിലും പോലും ഈ പാരതന്ത്ര്യമുണ്ട്. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ അനുകരിക്കുന്ന ഒരു പാരതന്ത്ര്യമുണ്ട്. പക്ഷെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഒരു സർഗാത്മകനായിട്ടുള്ള ഒരു കലാകാരനാകട്ടെ തൻ്റെ തന്നെ ഈ പാരതന്ത്ര്യങ്ങളെ പറ്റിയുള്ള തോന്നലിൽ നിന്നാണ് പുതിയതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കഥയെഴുത്ത് എന്ന് പറയുന്ന വിഷയം എൻ്റെ മിക്കവാറും എല്ലാ കഥകളിലും, രണ്ട് നോവലുകളിലും, എൻ്റെ രണ്ട് നോവലുകളിലെയും പ്രമേയം നോവൽ എഴുത്ത് എന്ന് പറയുന്ന ആ നിർമ്മാണ പ്രക്രിയയാണ് പ്രമേയം. യഥാർത്ഥത്തിൽ ജീവിതം എൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നേ ഉള്ളൂ. ഈ എഴുത്ത് തന്നെ പ്രമേയമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ പാരതന്ത്ര്യത്തെ എനിക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? മുൻപുള്ളവർ ചെയ്തു വച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ കാലത്തുള്ളത് മാത്രമല്ല, ലോകത്ത് ഞാൻ വായിച്ചറിഞ്ഞ സാഹിത്യ സൃഷ്ടികളെ തന്നെയും അതിവർത്തിക്കാൻ പറ്റുന്ന ഒന്നിനെ സൃഷ്ടിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെയല്ല എങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സർഗാത്മകത വ്യർത്ഥമല്ലേ എന്നുള്ള ഒരു സംഘർഷം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ 29 കഥകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രസിദ്ധീകരണത്തിനായിട്ട് കൊടുക്കുന്നത്. മറ്റതുപോലെയല്ല ഇത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട്.